ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 10-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ ദുഷ്ടന്റെ ഭുജത്തെ നീ ഒടിക്കണമേ, ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെയാകുവോളം അതിന് പ്രതികാരം ചെയ്യണമേ. ഹല്ലേലൂയ. അധർമ്മം ചെയ്യുന്നവൻ്റെയും ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ്റെയും ആത്മാവ് പിശാചിൻ്റെ തന്നെയാണ്. പിശാചിനെ സേവിക്കുന്നവനെ കണ്ടാൽ പ്രത്യക്ഷത്തിൽ അറിയുവാൻ കഴിയത്തില്ല. പുറമെ ജനം കാണെ ദൈവ പുരുഷനായും യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ കൊണ്ട് പലതും പ്രവർത്തിക്കും. ഈ അധർമ്മമൂർത്തിയെ നമ്മൾ എതിർത്താൽ നിരന്തരം നമുക്ക് എതിരെ പിശാചിനെ അയച്ചുകൊണ്ടിരിക്കും. പിശാചിനെ കൊണ്ട് ജീവനെ വരെ എടുപ്പിക്കും. ഹല്ലേലൂയ. പിശാചിനെ കൊണ്ട് പ്രവർത്തിക്കുന്ന പൈശാചിക കേന്ദ്രങ്ങളിൽ വച്ചാണ് എതിർ പ്രാർത്ഥനകൾ നടത്തി വരുന്നത്. ഹല്ലേലൂയ. എനിക്കെതിരെയും പിശാചുക്കളെ അയക്കുന്നുണ്ട്. ദുഷ്ടൻ ഇനി അയക്കാൻ പിശാചുക്കളൊന്നും ബാക്കിയില്ല. ഹല്ലേലൂയ. ഇനി ഇവനിലുള്ള പിശാചിനെ നമ്മൾ പ്രാർത്ഥിച്ച് തകർക്കണം. അതാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ഹല്ലേലൂയ. കോവിഡിന് മുമ്പ് ഞാൻ പൊൻകുന്നത്ത് ഒരു സഭയിൽ ശുശ്രൂഷയ്ക്കായി 1 മാസം 3 ദിവസം പോകുമായിരുന്നു. പ്രാർത്ഥിക്കുവാൻ വന്ന ജയാനന്ദൻ്റെ ഭാര്യ തങ്കമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലാത്ത ഇവർ പ്രാർത്ഥനയ്ക്ക് പോയെങ്കിലും പൈശാചിക കേന്ദ്ര തലവനുമായി, പൈശാചിക കേന്ദ്ര മൂപ്പനുമായി എതിർപ്പുകളുണ്ടായി. ഹല്ലേലൂയ. ആദ്യം ജയാനന്ദനെ പൈശാചിക കേന്ദ്ര തലവൻ പിശാചിനെ അയച്ച് ജീവൻ എടുത്തു. വർഷങ്ങൾക്ക് ശേഷം ജയാനന്ദൻ്റെ ഭാര്യ തങ്കമ്മയെയും വെറുതെ വിട്ടില്ല. ഹല്ലേലൂയ. ഇതിനു മുമ്പ് ഈ ദുഷ്ടനും കൂട്ടരും എത്ര പേരുടെ ജീവൻ നശിപ്പിച്ചിരിക്കും എന്ന് ഓർക്കാവുന്നതേയുള്ളൂ. ഇതെല്ലാം ദൈവം ചെയ്തതാണെന്ന് കൺവെൻഷനുകളിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പ്രസംഗിക്കും. ഹല്ലേലൂയ. വളരെ ലളിതമായിട്ടാണ് പറയുന്നതെങ്കിലും ആ പറച്ചലിൽ ഭയത്തിൻ്റെ പ്രതീതിയുണ്ട്. ഞങ്ങളെ എതിർക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കോപമായിരിക്കും സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അത് ദൈവം ചെയ്യുന്നതാണ്. ഞങ്ങളെ എതിർക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കോപം വരുമെന്ന്. ഹല്ലേലൂയ. പലരെയും ബുദ്ധിമുട്ടിക്കുന്നത് ദൈവമാണെന്ന് പ്രസംഗിക്കുന്ന കള്ളപ്രവാചകൻ. ഹല്ലേലൂയ. പാവം വിശ്വാസികൾ ഹല്ലേലൂയ ഇത് കേട്ട് വിശ്വസിക്കും. ഹല്ലേലൂയ. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടല്ലോ. പൈശാചികൻ്റെ കുത്തിയിരുന്നുള്ള സാത്താൻ എതിർ പ്രാർത്ഥന ചില പാസ്റ്റർമാർക്കും അപകട കെണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. സഭ വിട്ടുപോയവർ ഇപ്പോഴും അത് അനുഭവിക്കുന്നുണ്ട്. പൈശാചികനോട് ചേർന്ന് നിന്നാൽ ഒരു കുഴപ്പവും ഇല്ല. ഹല്ലേലൂയ. തിരുവനന്തപുരത്തെ ഒരു വക്കീലിനോട് ഹല്ലേലൂയ കാണിച്ച
ഹല്ലേലൂയ ആ പൈശാചികന്റെ ഹല്ലേലൂയ ക്രൂരത ഹല്ലേലൂയ അത് ഹല്ലേലൂയ അറിയാവുന്നവർക്കേ മനസ്സിലാകൂ. ഹല്ലേലൂയ തിരുവനന്തപുരത്തെ ഇടയനും കൂടി ചേർന്ന് പിശാചിനെ അയച്ച് വകവരുത്തി. ഹല്ലേലൂയ കാരണം വക്കീൽ രഹസ്യമാക്കി വയ്ക്കേണ്ട സഭാമൂപ്പൻ്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ ഞാനത് വീഡിയോയിലൂടെ പരസ്യമാക്കി. ഹല്ലേലൂയ അന്നു മുതൽ എനിക്ക് എതിരെ ഹല്ലേലൂയ വക്കീലിനെ കൊണ്ട് തന്നെ ഹല്ലേലൂയ എതിർപ്പ് ഉണ്ടാക്കി. പക്ഷേ അത് വിലപ്പോയില്ല. അത് നടക്കാതെ വന്നപ്പോഴാണ് വക്കീലിനിട്ട് പണിഞ്ഞത്. ഹല്ലേലൂയ വക്കീലിനാണെങ്കിൽ വലിയ കൃപാവരങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ എനിക്ക് ദൈവം അല്പസ്വല്പ കൃപാവരങ്ങൾ നൽകിയിട്ടുള്ളത് കൊണ്ട് ഞാൻ നിലനിന്ന് പോകുന്നു. ദൈവം കാത്തുകൊള്ളുകയാണ്. അലറുന്ന സിംഹം പോലെ എന്നെ വിഴുങ്ങുവാൻ നിരന്തരം പിശാചിനെ അയച്ചുകൊണ്ടിരിക്കുന്നു. പട്ടി പേപ്പട്ടി പോലെ ഇവൻ ദിവസവും ചാടി വീഴുന്നു. നിരവധി പേരെ പിശാചിനെ കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പോഴും പലരെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന് ചുക്കാൻ പിടിക്കുന്ന തിരുവനന്തപുരത്തെ ഇടയനും കൂടെയുണ്ട്. ഹല്ലേലൂയ പൈശാചികൻ അയക്കുന്ന പിശാചുക്കളെ എനിക്ക് ദൈവം കാണിച്ചു തരുന്നു. നിൻ്റെ എല്ലാ പോരാട്ടങ്ങളെയും ദൈവം എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. നിൻ്റെ സാത്താൻ്റെ കരങ്ങൾ തന്നെയാണ് നീ അയച്ചുവിടുന്ന സാത്താൻ്റെ കരങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ ഇപ്പോൾ അത് ജനങ്ങൾ ഹല്ലേലൂയ കൂടുതലും മനസ്സിലാക്കി കഴിഞ്ഞു. ദൈവം ഇവൻ്റെ പൈശാചിക കേന്ദ്രങ്ങൾ ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഇടയന്മാർ തെറ്റി മാറുന്നു. ഹല്ലേലൂയ ഒരു പണിയും ഇല്ലാതെ 80 വയസ്സ് കഴിഞ്ഞ ഈ പിശാച് പിടിച്ചവൻ ഇപ്പോഴും സാത്താനെ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ ഉള്ളു പണി. വേറെ ഒരു പണിയും ഈ പിശാചിന് ഇല്ല. ഹല്ലേലൂയ അതുകൊണ്ട് സക്കരിയാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ചു കളയുന്ന തുമ്പു കെട്ട ഇടയന് അയ്യോ കഷ്ടം. അവൻ്റെ ഭുജത്തിനും വലംകണ്ണിനും വരൾച്ച. അവൻ്റെ ഭുജം അശേഷം വരണ്ടും വലത് കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ. ഹല്ലേലൂയ ദുഷ്ടൻ്റെയും അധർമ്മിയുടെയും ഭുജം തകർക്കണമേ. ദുഷ്ടതയ്ക്ക് അറുതി വരുത്തുന്നതുവരെ അത് തിരഞ്ഞ് നശിപ്പിക്കണമേ. കർത്താവ് ചെയ്യട്ടെ, യേശു നടത്തട്ടെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.